ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പുറത്തുവന്ന ശബ്ദരേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ക്രൈംബ്രാഞ്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുലിനെതിരെ കേസെടുക്കാത്തത് വിവാദമായിരുന്നു. ഫസ്റ്റ് ഓൺ ജനമാണ് ഈ വാർത്ത ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിവരങ്ങളുമായി രാജീവ് ഉണ്ട്. രാജീവ്, ഒരുപാട് ദിവസത്തെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷമാണ് വല്ലവിധേനയും സർക്കാർ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഗി, നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൊച്ചിയിൽ ഒരു അഭിഭാഷകൻ നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം തൽക്കാലം കേസ് വേണ്ട എന്ന നിലപാടായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത്. കാരണം ഇരകൾ ആരെങ്കിലും പരാതിയുമായി എത്തിയാൽ മാത്രം കേസെടുത്താൽ മതിയെന്നായിരുന്നു പോലീസിന് ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്ന നിയമോപദേശം. എന്നാൽ കൂടുതൽ ശബ്ദരേഖകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കോടതികളുടെ ചില വിധികൾ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ ഉൾപ്പെടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണം എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ചില കോടതി വിധികളിലുണ്ട്. ആ കോടതി വിധികൾ കൂടി പരിശോധിച്ച ശേഷമാണ് നിലവിലിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് 0 FIR എന്ന രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് 0 FIR രീതിയിൽ എടുത്തിരിക്കുന്ന കേസ് ഒന്നുകിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ഈ കേസ് കൈമാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ ശബ്ദരേഖയുടെ ആധികാരികത ഉൾപ്പെടെ പരിശോധിക്കണം. ഇരകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ശബ്ദരേഖയുടെ ആധികാരികത ഉറപ്പിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതായുണ്ട്. അതിനായുള്ള നീക്കങ്ങളും നിലവിൽ ക്രൈംബ്രാഞ്ച് നടത്തും. ഈ ശബ്ദരേഖയുടെ ഒറിജിനൽ നിലവിൽ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാകും ശബ്ദരേഖ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തുക. ഇതിനുശേഷമാണ് ഈ ആധികാരികത ഉറപ്പിച്ചതിന് ശേഷം ഈ ഇരകളെ കണ്ടെത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ, ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ രാഹുലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും. നിലവിൽ രാഹുൽ ഈ വിഷയങ്ങളൊന്നും പരസ്യമായി തള്ളി പറഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പുറത്തു വന്ന ശബ്ദരേഖയുടെ ആധികാരികത സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ നിലവിൽ തന്നെ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും രാഹുലിനെതിരെ ഒടുവിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ, ഗുരുതരമായ ഈ ശബ്ദ സംഭാഷണം പുറത്തു വന്ന ഒരു ഘട്ടത്തിൽ കേസ് എടുക്കണം എന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിലും ആ ഘട്ടത്തിൽ കേസ് എടുക്കേണ്ട എന്ന നിയമോപദേശത്തിലേക്ക് എത്തുകയായിരുന്നു. ഒരു അഭിഭാഷകനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഇരകൾ പരാതികൾ നൽകാത്തത് കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു തൽക്കാലം കേസ് എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് തന്നെ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തും. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നിലവിൽ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. ഇതൊരു വാർത്താക്കുറിപ്പായി തന്നെ അല്പസമയത്തിനകം പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കുകയും ചെയ്യും. ഏതായാലും രാഹുലിന്റെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് രാഹുലിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കോൺഗ്രസിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. MLA സ്ഥാനം രാഹുൽ രാജിവെക്കില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേക ബ്ലോക്കാക്കി രാഹുലിനെ മാറ്റിയിരുത്താൻ, നിയമസഭയിൽ മാറ്റിയിരുത്താൻ വേണ്ടി സ്പീക്കർക്ക് കത്ത് നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് നിലവിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതായാലും കേസ് കൂടി എത്തുകയാണ്. ഇതുവരെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുലിനെതിരെ കേസില്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് സാങ്കേതികമായി കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏതായാലും രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് തന്നെ നേരിട്ട് കേസെടുത്തിരിക്കുന്നു. ആ കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കാനൊരുങ്ങുകയാണ്. എന്തായാലും രാജീവ് സൂചിപ്പിച്ചതുപോലെ കേസില്ല, ഇതുവരെ FIR ഇല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തത് തന്നെ വലിയ ഹൃദയവേദനയോടെയാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത്. ഇനി എത്ര ഹൃദയവേദന ഉണ്ടായിട്ടും കാര്യമില്ല, ഒടുവിൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി എന്ത് പറഞ്ഞ് കോൺഗ്രസ് ഈ വിഷയങ്ങളെല്ലാം പ്രതിരോധിക്കും രാജീവ്?
രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യമാണ് നിലവിൽ CPM അതുപോലെ തന്നെ BJPയും മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ മുകേഷിനെതിരെ ആരോപണം ഉയരുകയും അത് കേസായി എത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊന്നും മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ല എന്നതാണ് CPMനെതിരെ കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ആ വിഷയം പോലെയല്ല രാഹുലിന്റെ വിഷയം എന്ന് CPMും തിരിച്ചു പറയുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് രാഹുലിനെതിരെ ഇപ്പോൾ കേസ് കൂടി വന്നിരിക്കുന്നത്. കേസ് വരുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ ശബ്ദ സംഭാഷണത്തിൽ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ഫോറൻസിക് പരിശോധനയിൽ ഇതിന്റെ ആധികാരികത ഉറപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് രാഹുലിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തുടർന്നുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. രാഹുലിനെ ഏതായാലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരുപക്ഷെ സൈബർ പോലീസിന് കൈമാറിക്കൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കും. ഈ വിഷയത്തിൽ രാഹുലിന് എന്താണ് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഈ ഇരകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ചാറ്റുകൾ ഉൾപ്പെടെ രാഹുലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചെങ്കിൽ പോലും ഈ ഇരകളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് തന്നെയാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില കോടതി വിധികളുണ്ട്. കോടതി വിധികളിൽ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തണം. ആ ഇരകൾ ഏതെങ്കിലും ആശങ്കയുടെയോ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പരാതിപ്പെടാതിരിക്കുന്നതെങ്കിൽ പോലീസ് അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ കൃത്യമായ പരാതികൾ എഴുതി വാങ്ങാനുള്ള ശ്രമം നടത്തണം. കൃത്യമായ അന്വേഷണം തന്നെ നടത്തണമെന്ന ഒരു നിർദ്ദേശം പല കോടതികളുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ രാഹുലിനെതിരെ കേസെടുത്ത ഈ ഇരകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. FIR ഏതായാലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ ആദ്യം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. തുടർന്ന് ആവശ്യമെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. മാത്രമല്ല മറ്റെവിടെയെങ്കിലും രാഹുലുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുകയാണെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുകയാണെങ്കിൽ ആ പരാതിയെ സംബന്ധിച്ചും വളരെ വിശദമായ അന്വേഷണം തന്നെ നടക്കും. നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും രാഹുലിനെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന റിപ്പോർട്ടാണ് നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരുന്നത്. ഈ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിന്റെ ആധികാരികത സംബന്ധിച്ചും വളരെ കൃത്യമായ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേസെടുക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. രാഖി. ശരി രാജീവ്. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ്. പുറത്തുവന്ന ശബ്ദരേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ക്രൈംബ്രാഞ്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുലിനെതിരെ ഇതുവരെ കേസ് എടുത്തില്ല. അത് വലിയ വിവാദമായി മാറിയിരുന്നു. ഒടുവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തു എന്ന വാർത്തയാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആർ രാജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.